കോതമംഗലം വാരപ്പെട്ടിയിൽ മദ്യപിച്ചുള്ള തർക്കത്തിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി. എറബ്രായിയിൽ സിജോയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഫ്രാൻസിസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ബിനലുണ്ട് വിശദ വിവരങ്ങളുമായി. ബിനൽ, നമ്മൾ ഈ മനസംയമനമില്ലാതെയുള്ള പെരുമാറ്റമെന്ന് പലപ്പോഴും പറയുന്നതിൽ മദ്യം ഒരു വില്ലനായി വരുന്നത് നമ്മൾ കാണാറുണ്ട്. മദ്യവും മയക്കുമരുന്നും മറ്റും ഇവിടെയും അതുപോലെ തന്നെ സംഭവിക്കുകയായിരുന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? ഗുഡ് മോർണിംഗ് മോത്തി. ഇപ്പോൾ മദ്യപിച്ചുള്ള തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകം എന്നതാണ് വ്യക്തമാകുന്നത്. ഇന്നലെ രാത്രിയാണ് സിജോയുടെ മൃതദേഹം ഇപ്പോൾ ഈ കേസിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന പ്രതി ഫ്രാൻസിസിന്റെ വീട്ടിൽ കണ്ടെത്തുന്നത്. അയൽക്കാർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സിജോയെ കണ്ടെത്തുകയും പോലീസിനെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് പോലീസ് എത്തി പരിശോധന നടത്തുന്നത്. ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് ഈ ഫ്രാൻസിസും സിജോയും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ മദ്യപിച്ചിരുന്നു. ആ മദ്യപിച്ചതിനെ തുടർന്ന് തർക്കമുണ്ടായി. അപ്പോൾ ഫ്രാൻസിസിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ മദ്യപാനം നടന്നതെന്നതാണ് മനസ്സിലാകുന്നത്. അവിടെ പിക്കാക്സ് ഉണ്ടായിരുന്നു. ആ പിക്കാക്സ് എടുത്ത് ഫ്രാൻസിസ് സിജോയിന്റെ തലയ്ക്കടിച്ചു എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലായിരിക്കുന്നത്. ഫ്രാൻസിസിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇയാൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇയാൾ മദ്യലഹരി പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഇനി ഇയാൾ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, എന്താണ് കൃത്യമായ കാരണം, ഇതൊക്കെ കണ്ടെത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം ഈ വാരപ്പെട്ടിയിലെ ഈ കൊലപാതകം നടന്നിട്ടുള്ള വീട്ടിൽ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മോദി.